ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാൻ വന്ന രണ്ട് കാര്യം. ഒന്ന്, ഇപ്പോഴും ഇങ്ങോട്ടേക്ക് ഇസ്രായേലിലേക്ക് അഗ്രികൾച്ചറൽ വിസയിൽ ആൾക്കാരെ ഇറക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നാട്ടില് ഏജന്റുമാര്, ഏജൻസികള് ഇവരെല്ലാവരും പൈസ വാങ്ങുന്നുണ്ട് എന്നറിയുന്നു. ഓക്കെ, അത് തെറ്റായ കാര്യമാണ്. ഇസ്രായേലിലേക്ക് അഗ്രികൾച്ചറൽ മേഖലയിലേക്ക് നിലവില് ഇന്ത്യയിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവരില്ല. അത് നിർത്തിവെച്ചിരിക്കുവാണ്. ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. നിങ്ങൾ പറ്റിക്കപ്പെടരുത്. ഞാൻ ചുമ്മാതെ പറയുന്നതല്ല. ഞാന് ഇന്ന് രാവിലെയും കൂടി, ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഇന്ന് രാവിലെയും കൂടി കവല ഒവൈദുമായിട്ട് സംസാരിച്ചതിന്റെ കോൺവെർസേഷന്റെ ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഈ ലൈവ് വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ കമന്റ് ആയിട്ട് ഞാൻ കൊടുത്തേക്കാം. ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് കവല ഒവൈദില് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം. അവരോട് നിങ്ങൾക്ക് ചോദിക്കാം. അവർ നിങ്ങളോട് കൃത്യമായിട്ട് പറഞ്ഞു തരും. ഓക്കെ, അഗ്രികൾച്ചർ മേഖലയിലേക്ക് ഇങ്ങോട്ടേക്ക് ആളെ കൊണ്ടുവരുന്നില്ല. നിലവില് ഇങ്ങോട്ടേക്ക് ആൾക്കാരെ കൊണ്ടുവരുന്നത് കൺസ്ട്രക്ഷൻ, അതായത് ബിൽഡിംഗ് വർക്ക്, മേസ്തിരിമാര്, അതുപോലെ തന്നെ ഈ എന്നാ പറയുന്ന ഈ ഫർണിച്ചറിന്റെ വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാർ ആരാണ് എനിക്ക് അറിഞ്ഞൂടാ. മേസ്തിരിമാര്, ബിൽഡിംഗ് വർക്ക് ചെയ്യുന്നവര്, തടിയുടെ വർക്ക് ചെയ്യുന്നവര്, അങ്ങനെയുള്ള കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട്. അത് സത്യമാണ്. അതുപോലെ തന്നെ കെയർ ഗിവിംഗ്, ഈ രണ്ട് മേഖലയിലേക്ക് മാത്രമേ നിലവില് ഇന്ത്യയിൽ നിന്ന് റിക്രൂട്ട്മെന്റ് നടക്കുന്നുള്ളൂ. ഓക്കെ, ഇനി ക്ലീനിങ് ജോബ് എന്നും പറഞ്ഞോണ്ട് ക്ലീനിങ്ങിന് സൂപ്പർ മാർക്കറ്റിലേക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഓൾഡ് ഏജ് ഹോമുകളിലേക്ക് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒക്കെ ക്ലീനിങ് ജോബിന് ആൾക്കാരെ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞിട്ട് പൈസ മേടിക്കുന്നുണ്ട് ആൾക്കാരുടെ കയ്യിൽ നിന്ന്. ചുമ്മാതെയാണ് കേട്ടോ. ഞാനിത് ഇത്രയും ധൈര്യത്തോടെ പറയുന്നത് എനിക്ക് ഒഫീഷ്യൽ ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് കിട്ടിയ അറിവ് വെച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടും, ഇത്രയും കോൺഫിഡൻസോടുകൂടി പറഞ്ഞിട്ടും, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ വീഡിയോ ചെയ്തപ്പം ഈ അഗ്രികൾച്ചർ മേഖലയിലേക്ക് ആൾക്കാരെ കൊണ്ടുവരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കവല ഒവൈദിന്റെ സർക്കുലർ അടക്കം വീഡിയോ ചെയ്തിട്ട് പോലും ആൾക്കാർ പൈസ കൊടുത്തിട്ട് ഇസ്രായേലിന്റെ എയർപോർട്ട് വരെ എത്തിയിട്ട് തിരിച്ചു പോയ ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുവാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്യും. ഞാൻ നിങ്ങൾക്ക് കവല ഒവൈദിനെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്ത് തരാം. ഓക്കെ, ആരും പറ്റിക്കപ്പെടരുത്. എനിക്കിതുകൊണ്ട് യാതൊരു പ്രതിഫലവും ഇല്ല. കവല ഒവൈദ് എനിക്ക് പ്രത്യേകിച്ച് പ്രതിഫലം ഒന്നും തരുന്നില്ല. ഇവിടുത്തെ മിനിസ്ട്രി എനിക്ക് പ്രത്യേകിച്ച് പ്രതിഫലം ഒന്നും തരുന്നില്ല. പ്രതിഫലം ആഗ്രഹിച്ച് ചെയ്യുന്ന ഒരു കാര്യമല്ല. നമ്മുടെ ആൾക്കാര് പറ്റിക്കപ്പെടരുത് എന്ന് വിചാരിച്ചിട്ട് മാത്രം ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണിത് കേട്ടോ. അതുകൊണ്ട് അഗ്രികൾച്ചറൽ മേഖലയിലേക്ക് നിലവില് ഇന്ത്യയിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവരില്ല. ഓക്കെ, ക്ലീനിങ് ജോബ് ആകട്ടെ, അതൊന്നും ഇല്ല. ചുമ്മാതെ പറയുന്നതാ. കൺസ്ട്രക്ഷൻ, ഓക്കെ, കൺസ്ട്രക്ഷൻ മേഖലയിലും അതുപോലെ തന്നെ കെയർ ഗിവിംഗ് സെക്ടറിലും ഈ രണ്ട് സെക്ടറിലേക്ക് ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട് ഇപ്പോഴും. ഓക്കെ, ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇന്ന് പറയാൻ വന്ന കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ആർക്കെങ്കിലും അഗ്രികൾച്ചറൽ മേഖലയിലേക്ക് കൊണ്ടുവരാമെന്നും പറഞ്ഞ് നിങ്ങൾക്ക് ഒരു ജോബ് ഓഫർ കൊണ്ടുവരുന്നുണ്ടല്ലോ, അവരെല്ലാവരും ഒരു ജോബ് ഓഫറാണ് നിങ്ങളിലേക്ക് തരുന്നത്. ഈ ജോബ് ഓഫർ എനിക്കൊന്ന് ഇട്ടുതാ. ഓക്കെ, കണ്ടു കഴിഞ്ഞാല് പക്ക പ്രൊഫഷണൽ, അത് പറ്റിക്കലാന്ന് തോന്നത്തേയില്ല. അതുപോലെ വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓഫർ ലെറ്റർ കൊടുത്താണ് ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്നത്. അതുപോലെയുള്ള 2-3 ഓഫർ ലെറ്ററുകൾ പൊളിച്ചടുക്കി നമ്മൾ കയ്യിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നാട്ടിൽ നിന്ന് ആർക്കെങ്കിലും ഇങ്ങോട്ടേക്ക് ഈ പറയുന്ന അഗ്രികൾച്ചറൽ, ക്ലീനിങ് ഇങ്ങനെയുള്ള ജോബുകളിലേക്ക് നിങ്ങളെ കൊണ്ടുവരാം എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആരെങ്കിലും ഓഫർ ലെറ്റർ തരുന്നുണ്ടെങ്കിൽ ഒന്ന് അയച്ചു തരൂ. അത് നമ്മൾ വെരിഫൈ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. ആരും പറ്റിക്കപ്പെടരുത്. ഒരു ഏജൻസിക്കും നിങ്ങൾ കൊണ്ടുപോയി പൈസ കൊടുക്കരുത്. ഓക്കെ, ഇനി അടുത്ത കാര്യം, കെയർ ഗിവിംഗ് സെക്ടറിലേക്ക് വരുന്നവരുടെ ശ്രദ്ധയിലേക്ക്. ചില ഏജൻസികള് അവരുടെ ഉത്തരവാദിത്വ കുറവ് കൊണ്ടാണോ, അവരുടെ അറിവില്ലായ്മ കൊണ്ടാണോ, എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഇത്രയും നാളും നന്നായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ചില ഏജൻസികളൊക്കെ ബ്ലാക്ക് മാർക്കിൽ പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോ ആ ഏജൻസികളുടെ കീഴില് ഇങ്ങോട്ടേക്ക് വരാൻ, കെയർ ഗീവറായിട്ട് വരാനായിട്ട് അപേക്ഷിച്ചിരുന്ന ചിലരുടെയെങ്കിലും അപേക്ഷകള് റിജക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കുഴപ്പമല്ല.
നമ്മൾ അപേക്ഷിക്കുന്നവരുടെ കുഴപ്പമല്ല, അത് ഏജൻസി റിജക്റ്റ് ആയ കുഴപ്പമാണ്, നമ്മുടെ കുഴപ്പമല്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും ഏതെങ്കിലും ഏജൻസിയുടെ കീഴിൽ പേപ്പർ കൊടുത്തിട്ട് വിസ കിട്ടാതെ നിങ്ങളുടെ പാസ്പോർട്ടിൽ എന്താണോ സീൽ ചെയ്ത് തന്നത്, നമ്മുടെ നാട്ടിലെ ബാംഗ്ലൂരിലോ അല്ലെങ്കിൽ ബോംബെയിലോ എവിടെയെങ്കിലും ആയിക്കോട്ടെ, ഇസ്രായേലിന്റെ കോൺസുലേറ്റിൽ നിന്ന് നിങ്ങളുടെ പാസ്പോർട്ടിൽ എന്താണ് സീൽ ചെയ്ത് തന്നിരിക്കുന്നത് അതൊന്ന് അയച്ചു തരിക. ഓക്കെ, റിജക്റ്റഡ് എന്നാവാം, അതല്ലെങ്കിൽ ജസ്റ്റ് അപേക്ഷിച്ചു എന്ന് മാത്രമാവാം. ഈ രണ്ട് രീതിയിലാണ് ഈ സീല് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങളുടെ പാസ്പോർട്ടിൽ എന്താണ് സീല് ചെയ്ത് തന്നിരിക്കുന്നത് അത് ഒന്ന് അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേറെ ഏജൻസി വഴി പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോ ഇത്രയും ഉള്ളൂ. ഒരു ഏജൻസിയുടെ പേര് പറയാം, ബ്ലസ്സി. ബ്ലസ്സി എന്ന് പറയുന്ന ഏജൻസി എല്ലാവർക്കും അറിയാം, ബ്ലാക്ക് മാർക്കിലേക്ക് വന്നു. അപ്പൊ ആ ഏജൻസിയുടെ കീഴിൽ കുറെ പേര് അപ്ലൈ ചെയ്തു, അവരെല്ലാവരും വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. ഓക്കെ, അപ്പൊ പക്ഷെ ആ ഏജൻസി ബ്ലാക്ക് ലിസ്റ്റിൽ വന്നു പെട്ടു. അപ്പൊ ആ ഏജൻസിയിൽ അപ്ലൈ ചെയ്ത പലർക്കും അവരുടെ പാസ്പോർട്ടില് ഒരു സീൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഹീബ്രുവിലാണ് എഴുതിയിരിക്കുന്നത്. ഒത്തിരി പേര് എനിക്ക് അയച്ചു തന്നു. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ അപേക്ഷിച്ചു, നിങ്ങളുടെ അപേക്ഷ സ്വീകരിച്ചു, അത്രയും മാത്രമേ ഉള്ളൂ. പക്ഷെ അത് റിജക്ഷൻ അല്ല. ഓക്കെ, നിങ്ങൾക്ക് വേറെ ഏജൻസി വഴി പോകാം. അപ്പൊ നിങ്ങൾ ഏത് ഏജൻസി വഴിയാണ് അപേക്ഷിച്ചത്, എന്ത് കാരണത്താലാണ് നിങ്ങളുടെ അപേക്ഷ റിജക്ഷൻ ആയത്, ഇതൊക്കെ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ നിങ്ങൾ അതൊന്ന് അയച്ചു തരിക, നമ്മളത് നോക്കിയിട്ട് അതിനുള്ള മറുപടി തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അതാണ് അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷയം. ഓക്കെ, ഇനി അടുത്ത കാര്യം, എയർപോർട്ട് ബാങ്ക്. എയർപോർട്ട് ബാങ്കിനെ കുറിച്ച് സംശയങ്ങൾ തീരുന്നേയില്ല. എല്ലാരോടും ഞാൻ പറഞ്ഞു, വെള്ളിയാഴ്ച ദിവസം ഷബാത്ത് തുടങ്ങുന്നതിന്റെ 2 മണിക്കൂർ മുമ്പ് ആ ബാങ്ക് ക്ലോസ് ആവും. ശനിയാഴ്ച ഷബാത്ത് കഴിഞ്ഞിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ശേഷം മാത്രമേ ബാങ്ക് ഓപ്പൺ ആകത്തുള്ളൂ. ഓക്കെ, ഇനി നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് നിർത്തി പോകുവാണ് എന്നും പറഞ്ഞുകൊണ്ട് ഫൈനൽ കാൽക്കുലേഷന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ഒരു ഡമ്മി ടിക്കറ്റ് ആയിക്കോട്ടെ, ഒറിജിനൽ ടിക്കറ്റ് ആയിക്കോട്ടെ, ഒരു ടിക്കറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ടിക്കറ്റ് അടക്കമാണ് നമ്മൾ കൊടുക്കുന്നത്. ആ ടിക്കറ്റിന് ഒരു ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റ് തൊട്ട് 1 മാസമാണ് അതിന്റെ കാലാവധി. നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു പേപ്പറിന് കൺഫർമേഷൻ ലെറ്റർ, എയർപോർട്ടിൽ നിന്ന് ആ പൈസ നമുക്ക് വിഡ്രോ ചെയ്ത് മേടിക്കാനായിട്ട് പറ്റുന്ന ഒരു ഡേറ്റ് എന്ന് പറയുന്നത്, നമ്മൾക്ക് ആ പേപ്പർ കിട്ടുന്ന ആ ഒരു ദിവസം തൊട്ട് 1 മാസം കാലാവധിയുണ്ട്. ആ 1 മാസത്തിനുള്ളിൽ എപ്പോ വേണേലും നമുക്ക് പോകാം കേട്ടോ, അതിനൊരു കുഴപ്പമില്ല. പക്ഷെ നമ്മൾ കൊടുക്കുന്ന ഡേറ്റിന് മുന്നേ പോയാൽ പൈസ കിട്ടത്തില്ല. ഇനി ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ നാട്ടിൽ പോകുന്നതിന് മുന്നേ ഈ പൈസ വിഡ്രോ ചെയ്യാനുള്ള പേപ്പർ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നാട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ പൈസ മേടിക്കാൻ നമ്മൾക്ക് മാർഗങ്ങളുണ്ട്. ഓക്കെ, അതിന് പ്രത്യേകിച്ച് കുറെ ഫോമുകളൊക്കെ ഉണ്ട്. അതെല്ലാം ഫില്ല് ചെയ്ത് എയർപോർട്ടിലെ ബാങ്കിന്റെ ആ മെയിലിലേക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവര് നമുക്ക് നമ്മുടെ നാട്ടിലെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആ പൈസ അയച്ചു തരും. ആരും അതിന് വറീഡ് ആവണ്ട. ഓക്കെ, അതിന് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞു തരാം എന്നാ ചെയ്യണ്ടേന്ന്. ഓക്കെ, ഞാനിപ്പോ ഈ ലൈവ് ചെയ്യുമ്പോഴും ആൾക്കാർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുവാണ്. ഓക്കെ, ഈ 2-3 കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ടും പറയാനുണ്ടായിരുന്നത്. ഇനി ഏറ്റവും ലാസ്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്. കുറേ ദിവസമായിട്ട് ലൈവായിട്ട് വന്ന് പറയണമെന്ന് വിചാരിച്ചിരുന്ന കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, സമയം കിട്ടിയില്ല. എന്റെ സമയത്തിരക്ക് കൊണ്ടും എന്റെ ജോലിയുടേതായ പ്രത്യേകതകൾ കൊണ്ടും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഒന്ന്, ഇവിടെ ഇസ്രായേലില് ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ഇതിനു മുമ്പും ഞാൻ പല വിഷയങ്ങളിലും ഈ കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടുത്തെ കോമൺ ഗ്രൂപ്പുകളിൽ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഓക്കെ, സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഇവിടെ. ഓക്കെ, കുറെ ആൾക്കാരെ കുറച്ചു പേർക്ക് ഇഷ്ടമുണ്ടാവും, മറ്റു ചില ആൾക്കാരെ കുറെ ആൾക്കാർക്ക് വേറെ ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവും.
എല്ലാവർക്കും ഇപ്പൊ എല്ലാവരെയും ഇഷ്ടമാവണമെന്ന് നിർബന്ധമൊന്നുമില്ല അല്ലെ. ഇപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, എന്നെ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്. എങ്ങനെയും ആയിക്കോട്ടെ, നമ്മളതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷേ 2-3 വർഷമായിട്ട് ഇവിടുത്തെ ഇസ്രായേലിലെ കോമൺ ഗ്രൂപ്പില് എന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വോയിസ് ക്ലിപ്പുകളായിട്ടും മെസ്സേജുകളായിട്ടും ഒക്കെ കുറെ കാര്യങ്ങൾ പറയുന്ന ഒരു വ്യക്തിയെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആളിന്റെ പേര് ഷിഞ്ചു ആനാശേരിൽ പാല. ഞാൻ കോമൺ ആയിട്ടാ പറയുന്നത്, ഇത് ഫേസ്ബുക്ക് ലൈവാണ്. ഓക്കെ, എല്ലാവരും കേൾക്കുന്നതാണ്. ഷിഞ്ചു, ആളിന്റെ പേര് ഷിഞ്ചു. ഈ ആള് എന്നെ കുറിച്ചും ഇവിടെ ഇസ്രായേലില് നേരത്തെ ഉണ്ടായിരുന്ന ചില യൂട്യൂബേഴ്സിന്റെ പേരും പറഞ്ഞിട്ട് 2-3 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വോയിസ് ക്ലിപ്പ് ഞാനൊന്ന് പ്ലേ ചെയ്ത് കേൾപ്പിക്കാം. നിങ്ങൾ എല്ലാവരും അതൊന്ന് കേൾക്കണേ. ഇത്രയേ ഉള്ളൂ. ഇവിടെ കൊറോണ കൂടി നിന്ന സമയത്ത് ഇവിടെ ഇസ്രായേൽ ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവന്നു. ഇവിടെ ഇസ്രായേലില് ഒരു എംപ്ലോയർ ഉണ്ടെങ്കിൽ മാത്രമേ നാട്ടിലേക്ക് ലീവിന് പോയിരിക്കുന്ന ആൾക്കാർക്ക് തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ എന്നൊരു നിയമം കൊണ്ടുവന്നു. കൊറോണ കാലത്ത് ഇസ്രായേലിൽ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് അത് കൃത്യമായിട്ട് അറിയാം. പക്ഷെ കൊറോണ കഴിഞ്ഞിട്ട് ഇസ്രായേലിലേക്ക് പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. പുതിയതായിട്ടുള്ള ഒരുപാട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവർക്കെല്ലാവർക്കും ഷൈനി ബാബു ആരാന്നറിയാം. പക്ഷെ ഇവിടെ ഇസ്രായേലിൽ ഉണ്ടായിരുന്ന കുറച്ച് യൂട്യൂബേഴ്സ്, ഇവിടെ ഇപ്പൊ നിലവിൽ ഇസ്രായേലിൽ ഇല്ലാത്ത കുറച്ച് യൂട്യൂബേഴ്സ് ഉണ്ട്. ഇസ്രായേലിൽ നിന്ന് അവര് പോയി. ഓക്കെ, അവരാരാണോ എന്താണോ എന്ന് അറിയത്തില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ഷൈനി ബാബു ആരാണെന്നുള്ളതും അല്ലെങ്കിൽ അതുപോലെ പബ്ലിക്കിൽ നിൽക്കുന്ന ആൾക്കാർ ആരാണെന്നുള്ളത് അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരിലേക്ക് തെറ്റായ സന്ദേശം കൊടുക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരാളുടെ വോയിസ് ആണ് കേട്ടോ. അതായത് കൊറോണ കാലത്ത് ഇവിടെ ഇസ്രായേലിലേക്ക് തിരിച്ചു വരണമെങ്കിൽ, നാട്ടിൽ പോയിരിക്കുന്ന ആൾക്കാർക്ക് തിരിച്ചു വരണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഒരു എംപ്ലോയർ ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ എംപ്ലോയർ ഈ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്ക് 14 ദിവസം ക്വാറന്റൈൻ ഇരിക്കാൻ ഒരു സ്ഥലം കൊടുക്കണം. ആ സ്ഥലത്തിന്റെ അഡ്രസ്സ് എല്ലാം അടക്കം, എംപ്ലോയറിന്റെ ഡീറ്റെയിൽസ് അടക്കം കൊടുക്കണം. എന്നാൽ മാത്രമേ ഇസ്രായേലിലേക്ക് തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ എന്നൊരു നിയമം കൊണ്ടുവന്നു. ആ സമയത്ത് നമ്മളെ പോലെയുള്ള ഒരുപാട് വർക്കേഴ്സ് നാട്ടിലായിരുന്നപ്പോ അവരെ ആരും സഹായിക്കാൻ ഇല്ലായിരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ കുറച്ച് യൂട്യൂബേഴ്സ്, ആ സമയത്ത് ഇസ്രായേലിൽ ആക്റ്റീവായിട്ട് നിന്നിരുന്ന കുറച്ച് യൂട്യൂബേഴ്സ് മുന്നോട്ട് വന്നു അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈ വരുന്ന ആൾക്കാർക്ക് 14 ദിവസം ക്വാറന്റൈൻ ഇരിക്കണമെങ്കിൽ ആ 14 ദിവസത്തെ എവിടെയാണ് അവർ താമസിക്കാൻ പോകുന്നത്, ആ സ്ഥലത്തിന്റെ അഡ്രസ്സ്, ആ സ്ഥലത്തിന് വേണ്ടിയിട്ട് നമ്മൾ പേ ചെയ്യുന്ന റെസിപ്റ്റ് അടക്കം നമ്മൾ കൊടുത്താൽ മാത്രമേ, എംപ്ലോയറിന്റെ സിഗ്നേച്ചർ അടക്കം കൊടുത്താൽ മാത്രമേ ഇസ്രായേലിലേക്ക് തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ എന്നൊരു നിയമം കൊണ്ടുവന്നു. ആ സമയത്ത് ഞങ്ങൾ കുറച്ചുപേര് മുന്നോട്ട് വന്നു, ഞങ്ങൾ കുറച്ചുപേരെ സഹായിച്ചു. അന്നേരത്തേക്കും ഇവിടെ ഉണ്ടായിരുന്ന കുറച്ചുപേര് അത് ബദലായിട്ട് വന്നു, കുറച്ച് വോയിസ് ക്ലിപ്പൊക്കെ ഇറക്കി ഞങ്ങൾ ഇവിടെ പൈസ ഉണ്ടാക്കാൻ പോവുകയാണ്, ഷൈനി ബാബു നേതൃത്വം എടുത്തുകൊണ്ട് ഇവിടുത്തെ യൂട്യൂബേഴ്സ് പൈസ ഉണ്ടാക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ കോൺട്രവേഴ്സി ഒക്കെ വന്നു. ഞാനത് കൃത്യമായിട്ട് അന്ന് തന്നെ കൃത്യമായിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞതാണ്. എന്നിട്ട് പോലും ഈ 3 വർഷത്തിന് ശേഷവും ഇന്നും ഇസ്രായേലിലെ വാട്സപ്പ് ഗ്രൂപ്പില് ഇതിനെക്കുറിച്ച് ചർച്ച നടക്കുന്നു. ഇതെനിക്ക് അനുവദിക്കാൻ പറ്റത്തില്ല. ഓക്കെ, എന്റെ പേര് ഷൈനി ബാബു എന്നാണ്. എന്റെ ഫേസ്ബുക്ക് ഐഡിയിൽ നിന്നാണ് ഞാൻ ഈ ഫേസ്ബുക്ക് ലൈവ് ചെയ്യുന്നത്. എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, ഷൈനി ബാബു എന്ന പേരില്. ഇനി എനിക്കൊരു ഒറ്റ ഫോൺ നമ്പറേ ഉള്ളൂ, പബ്ലിക്കായിട്ട് ഞാൻ കൊടുത്തിരിക്കുന്ന ഒറ്റ ഫോൺ നമ്പറേ ഉള്ളൂ, 0548179642. ഓക്കെ, ആരെയെങ്കിലും ഷൈനി ബാബുവോ ഇവിടെയുള്ള ഇസ്രായേലിലുള്ള ഏതെങ്കിലും യൂട്യൂബേഴ്സോ പൈസയുടെ പേരിൽ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കാം, ഡയറക്റ്റ് വിളിക്കാം. ഓക്കെ, അല്ലാതെ ഇതുപോലെ ഇവിടുത്തെ വാട്സപ്പ് ഗ്രൂപ്പിൽ പബ്ലിക്കായിട്ട് പോയിരുന്നുണ്ട് ഷൈനി ബാബു എന്ന് പറഞ്ഞ് എന്നാ പറയുന്നത് കളിയാക്കുകയല്ല ചെയ്യേണ്ടത്. 2-3 വോയിസ് ക്ലിപ്പുകൾ ഞാൻ പ്ലേ ചെയ്ത് കേൾപ്പിക്കാം കേട്ടോ. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹായ്, എന്റെ പേര് സബിത.
കൊറോണയുടെ സമയത്ത് നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ കഴിഞ്ഞപ്പോഴല്ലോ നീ ആ സമയത്ത് ആ തോന്നി അങ്ങോട്ട് ഊറ്റിപ്പിടിച്ചില്ലായിരുന്നല്ലോ. മറ്റേ സിനിമ യുദ്ധത്തിന്റെ ഉണ്ടായിരുന്നു. കൈപ്പിന് സജീഷ് സ്മാർട്ടിന് ഷൈനി ബാബു ഇവരൊക്കെ കൂടിയായിരുന്നല്ലോ മറ്റേ ക്വാറന്റൈൻ ഉണ്ടാക്കാന്ന് പറഞ്ഞുകൊണ്ട് ഹൈഫൈലോട്ട് വെച്ചുണ്ടാക്കാന്ന് കൊടുക്കുന്ന പൈസ മേടിച്ചോണ്ടുള്ള പരസ്യം ഇട്ട് അതുപോലെ പേര് പ്രതികരിച്ചു. പിന്നെ ആ ടിക്കറ്റ് കാശിന്റെ അകത്ത് നീയും പ്രതികരിച്ചു. അങ്ങനെയൊക്കെയാണല്ലോ കയറി വന്നിട്ടുണ്ടേ. ഇപ്പൊ നിങ്ങൾ കുറച്ച് പേരൊക്കെ മെച്ചമിക്കാ എന്നൊക്കെ തോന്നുന്നു. അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ. എന്നാലും കുഴപ്പമൊന്നുമില്ല. അന്ന് ഈ പറഞ്ഞ കൊറോണയ്ക്ക് ഇവിടെ ക്വാറന്റൈന് ഈ ഷൈനി ബാബുവിന്റെയും മറ്റേ സജീഷ് ലോറൻസിന്റെ ഒക്കെ ഇവര് ക്വാറന്റൈനും മറ്റേ ഫെസിലിറ്റി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ഫ്രീ ആയിട്ടോ അല്ല നിസ്സാര പൈസക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ട് മുമ്പോട്ട് ഇറങ്ങിയ വ്യക്തിത്വങ്ങൾ ആന്റണി ഈ പറയുന്ന ആന്റണി ഡേവിഡ് ജോഷി ഇവരൊക്കെ. എന്നിട്ട് അവർക്കൊക്കെ അൾട്ടിമേറ്റ് പൂച്ചു. ബാക്കിയുള്ളവരൊക്കെ മറ്റേ ഈ സർക്കിട്ട് ഹോളിഡേസുകാരൻ പറഞ്ഞ പോലെ കഴിഞ്ഞ നിങ്ങൾ പറഞ്ഞല്ലോ രണ്ടുപേരെന്ന് പറയുമ്പോഴത്തേനും മലയാളികളാണ്. ഇടയ്ക്ക് ഇന്ത്യക്കാരും മറ്റിട്ടുണ്ട്, നേപ്പാളികൾ മറ്റിട്ടുണ്ട്, തായ്ലൻഡുകാരും മറ്റിട്ടുണ്ട്. പക്ഷെ വേറൊരു രാജ്യക്കാരും ഈ മരിച്ചവരെ വെച്ച് മാർക്കറ്റിംഗ് ചെയ്തിട്ടില്ല. ഈ മരിച്ചവരെ വെച്ച് മാർക്കറ്റ് ചെയ്തേക്കുന്ന മൊത്തം ഈ മലയാളികൾക്ക് ഇത് ഈ ബ്ലഡി മല്ലൂസ് എന്ന് തന്നെ പറയാം. ഇപ്പോഴവിടെ കുറച്ച് യൂട്യൂബർമാര് പിന്നെ ആ പാവപ്പെട്ട ചെറുകനീല് 2 മാസം മുമ്പ് മരിച്ച ആ മരിച്ചപ്പോൾ മാത്രം സ്വാമി മരിച്ചൊക്കെ അവിടെ ഇവിടെ കുറെ 1-2 കൂത്തിച്ചുകൊണ്ട് കേൾക്കുന്നുണ്ടോ? കൂത്തിച്ചികൾ ആ കൂത്തിച്ചികളിൽ ഒരാൾ ഞാനാണ് കേട്ടോ. മറ്റേ തള്ള പോലെ സഹിക്കില്ല. അതിന്റെ ഇടയ്ക്ക് വരച്ച് പാട്ടുണ്ടാക്കുന്നു, തിരി കത്തിച്ച് പിടിക്കുന്നു, എന്തെല്ലാം പ്രാസറായിരുന്നു. എന്നാ കൊച്ചു പിടിച്ചിട്ട് 3 കൊല്ലായി. എന്നാ ഇവിടെ അണ്ണാക്കിട്ട് ഇവിടെ കൊട്ടി ചെയ്യുന്നു. ഇപ്പൊ ഈ ഗ്രൂപ്പിന് ഇതായത് ഫോർവേഡ് ചെയ്തുകൊണ്ട് അവിടെ അണ്ണാക്കിലോട്ട് ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ നാളെ ഒരു വീഡിയോ കേട്ട് വരും. ചുമ്മാ ഈ മലയാളികളെ ചുമ്മാ അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞു കല്ലട കുത്തിക്കുന്ന കേട്ടല്ലോ എല്ലാവരും അല്ലേ? അതായത് നമ്മുടെ സൗമ്യ മരിച്ചപ്പോ നമ്മളൊരു വീഡിയോ ഇവിടെ ചെയ്തു. ഇസ്രായേൽ മലയാളികളെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തിരി കത്തിച്ചു പിടിച്ച് ഒരു വീഡിയോ. ഏറ്റവും ആദ്യമായിട്ടാണ് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു ഫോറിൻ വർക്കർ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തില് മരിക്കുന്നത്, ഒരു മലയാളി മരിക്കുന്ന ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമായിരുന്നു. നമ്മളെല്ലാവരും ഷോക്കായിട്ടാണ് ആ ഒരു കാര്യം നമ്മൾ കേട്ടത്. ഓക്കെ, അന്ന് നമ്മള് എല്ലാവരും കൂടി ചേർന്ന്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, 5 ദിവസം എടുത്തു അവളുടെ ബോഡി നാട്ടിലെത്താൻ. ഓക്കെ, ഈ 5 ദിവസത്തിനുള്ളിൽ നമുക്ക് മലയാളികൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം രാത്രി മൊത്തം ഉറക്കളിച്ചിരുന്ന് ഞാൻ അതിന്റെ ലിറിക്സ് എഴുതി. ഓക്കെ, ആ പാട്ട് എഴുതി. പിറ്റേ ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാന് ഇവിടെ ജോലി ചെയ്തിരുന്ന ലിയോ പോൾ എന്ന് പറയുന്ന ആള്, യൂട്യൂബേഴ്സില് ആക്റ്റീവായിരുന്ന സജീഷ്, കൈപ്പൻ, സ്മാർട്ടിൻ, ലെനീസ്, ഇത്രയും പേര് ഉറക്കളിച്ചിരുന്ന് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചെയ്ത ഒരു വീഡിയോ ആണത്. ഓക്കെ, മണിക്കൂറുകൾ കൊണ്ട് ലിയോ പോൾ എന്ന് പറയുന്ന വ്യക്തി ആ പാട്ടിന് മ്യൂസിക് കൊടുത്തു. ഓക്കെ, ഇനി എന്റെ മോൻ എന്റെ വീട്ടില് ഞാൻ അവന് വേണ്ടി ചെയ്തു കൊടുത്ത ഒരു ചെറിയ ഒരു റെക്കോർഡിംഗ് സിസ്റ്റം, അതില് റെക്കോർഡ് ചെയ്ത് ആ പാട്ട് റെക്കോർഡ് ചെയ്ത് അത് അയച്ചു തന്നു. നമ്മളെല്ലാവരും ഇസ്രായേൽ മലയാളിസിന്റെ കയ്യിൽ നിന്ന് തിരി കത്തിച്ചു പിടിച്ച് ഒരു വീഡിയോ എടുത്ത് അയച്ചതാന്ന് പറഞ്ഞു. ഏകദേശം ഒരു 500 പേരെങ്കിലും നമുക്ക് അയച്ചു തന്നു. ഒരു 1.5 ദിവസത്തിന്റെ ഉള്ളിലാണ് ഇതെല്ലാം നടക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അത്രയും പേര് വീഡിയോസ് അയച്ചു തന്നു. അതെല്ലാം നമ്മൾ കളക്ട് ചെയ്തു. പിറ്റേ ദിവസം രാത്രിയിൽ ഞങ്ങൾ ഉറക്കളിച്ചിരുന്ന് ചെയ്ത ഒരു വീഡിയോ ആണ്. സൗമ്യയുടെ ശവസംസ്കാര ചടങ്ങ് നാട്ടിൽ നടക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഇസ്രായേൽ മലയാളീസിന്റെ കോൺട്രിബ്യൂഷൻ ആയിട്ട് ഇവിടെ ആ വീഡിയോ ഇറക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്ത ഒരു പ്രോജക്റ്റ് ആണിത്. അതിനെയാണ് ഈ പറഞ്ഞവൻ പറഞ്ഞത്, ഒരു കൂത്തിച്ചി പാട്ടിറക്കുന്നു, അതിന് കുറെ മലയാളികൾ തിരി കത്തിച്ചു പിടിക്കുന്നു. ഈ പറഞ്ഞവനും ഇതിനകത്ത് തിരി കത്തിച്ചു പിടിച്ച് നിൽക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ മലയാളികളുടെ ഐക്യത എന്താണ് ഇവിടെ ഐക്യമുള്ളത്? എന്തുവാ ഉള്ളേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. വർഷങ്ങൾക്ക് ശേഷം ഇപ്പോ ആ കൊച്ചു മരിച്ചിട്ട് 3 വർഷമായി. 3 വർഷം ആയപ്പോഴും ഞാൻ തന്നെയാ ഓർമ്മിപ്പിച്ചത് ഫേസ്ബുക്കില് കൊച്ചിന്റെ 3ാമത്തെ ചരമവാർഷികമാണ് എന്നുള്ളത്. അവൻ ചോദിക്കുവാണ് അവളുടെ വായിൽ എന്നാ പഴമായിരുന്നു എന്ന്. ആ കൊച്ചു നിങ്ങൾ കേട്ടതല്ലേ വോയിസ്? ഇന്നിപ്പോ ആ കൊച്ചു മരിച്ചിട്ട് 3 വർഷമായി, അവളുടെ വായിൽ എന്നാ പഴമായിരുന്നു എന്ന്. എന്നെ കൂത്തിച്ചി മോളെന്നാണ് അവൻ ഇതിനകത്ത് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അവന്റെ പേര് ഷിഞ്ചു ആനാശ്ശേരിൽ പാല. ഒന്നുകൂടെ ഞാൻ പറയുവാണ്, നിങ്ങൾ ഫേസ്ബുക്കിൽ തെരഞ്ഞു നോക്ക്, ഷിഞ്ചു ആനാശ്ശേരിൽ പാല. ഇതുപോലെ എന്നെ പറ്റിയോ മറ്റാരെ പറ്റിയെങ്കിലും ആയിക്കോട്ടെ, ഇതുപോലെയുള്ള അപവാദങ്ങൾ പറഞ്ഞാല്, പബ്ലിക് ആയിട്ടുള്ള ഗ്രൂപ്പിൽ പറഞ്ഞാല്
ഞാൻ ഇതുപോലെ പബ്ലിക്കായിട്ട് തന്നെ പറയും. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്റെ ഫേസ്ബുക്കിൽ ഈ ലൈവില് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടോ? ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടോ? ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വാ, ഞാൻ അക്സെപ്റ്റ് ചെയ്യാം. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടോ? ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വാ. ഇത് ഞാൻ സഹിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. ഇത് ഒരു വാട്സപ്പ് ഗ്രൂപ്പിലോ 2 വാട്സപ്പ് ഗ്രൂപ്പിലോ ഒന്നും അല്ല. എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും പോയിട്ട് ഷൈനി ബാബുവിനെയും ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന കുറെ യൂട്യൂബേഴ്സിനെയും ചുമ്മാതെ അങ്ങ് പറയുക. ഷൈനി ബാബു, സജീഷ് ലോറൻസ്, കൈപ്പൻ, സ്മാർട്ടിൻ, ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ പേരുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവരെല്ലാരും ഇവിടുന്ന് പോയി. ഷൈനി ബാബു മാത്രമേ ഇവിടെ ഉള്ളൂ. ഷൈനി ബാബു ആരെയെങ്കിലും പൈസ കാര്യത്തില് എവിടെയെങ്കിലും പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലൈവിന്റെ കമന്റിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ് വിളിക്കാം. ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരൊറ്റ ഫോൺ നമ്പറേ ഉള്ളൂ, എനിക്കൊരൊറ്റ ഐഡിയ ഉള്ളൂ. ഞാൻ പബ്ലിക്കായിട്ടാ പറയുന്നേ. ആരെയെങ്കിലും ഞാൻ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്റെ കൂടെ നിന്ന് ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് വാ, ധൈര്യമായിട്ട് മുന്നോട്ട് വാ. ആരും വരത്തില്ല. കണ്ടോ, ഇപ്പൊ എന്നെ കാണുന്ന 73 പേരുണ്ട് ലൈവില്. എല്ലാരോടും ഞാൻ ചോദിച്ചു, ആരെങ്കിലും വരുന്നോ? എന്റെ കൂടെ ലൈവിൽ ആരെങ്കിലും ജോയിൻ ചെയ്യുന്നോ? ഈ കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കാൻ ആരെങ്കിലും വരുന്നോ? ആരെങ്കിലും വരുന്നോ? 2 മിനിറ്റ് കൂടെ ഉള്ള എനിക്ക് എന്റെ ഹീബ്രു ക്ലാസ് ഉണ്ട്. ആരെങ്കിലും വരുന്നോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ആരെങ്കിലും വരുന്നോ? ആരുമില്ല. കണ്ടോ, ഇത്രേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ. അപ്പൊ ശരി, ഇതുപോലെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാന് ഈ വിഷയം അറിഞ്ഞിട്ട് ഏകദേശം ഒരു 1-2 ആഴ്ചയോളമായി. ഈ ചർച്ച നടന്ന വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനോട് ഞാൻ പേഴ്സണലി സംസാരിച്ചതാണ്. ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ഒരു പെണ്ണിനെ കൂത്തിച്ചി മോൾ എന്ന് പറഞ്ഞ് ഒരാള് മെസ്സേജ് ഇട്ടെങ്കിൽ ആ ആളോട് സംസാരിക്കാനുള്ള പ്രതിബദ്ധത ആ ഗ്രൂപ്പിന്റെ അഡ്മിനുണ്ട്, അല്ലേ? അതല്ലെങ്കിൽ ആ ആളോട് വിളിച്ച് സംസാരിച്ച് ആ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനോട് പബ്ലിക്കായിട്ട് പ്രതികരിക്കാൻ അവകാശമുണ്ട് ആ ഗ്രൂപ്പിന്റെ അഡ്മിന്. ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ ആ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്യാനുള്ള ധാർമ്മികതയെങ്കിലും ആ ഗ്രൂപ്പിന്റെ അഡ്മിൻ കാണിക്കണമായിരുന്നു. ഇന്ന് വരെ ഞാൻ വെയിറ്റ് ചെയ്തതാണ്, കണ്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് ലൈവില് കൃത്യമായിട്ട് ഞാൻ ഈ കാര്യം പറഞ്ഞത്. ഇതിന്റെ പിന്നിൽ എന്ത് വന്നാലും, ഷൈനി ബാബുവിന്റെ പേരിൽ എന്ത് വന്നാലും ഞാനത് ഏറ്റെടുക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ തീരുമാനിക്കുക. ഇവിടെയുള്ള വാട്സപ്പ് ഗ്രൂപ്പില്, കോമൺ ആയിട്ടുള്ള ഗ്രൂപ്പുകളിൽ ഒരുപാട് പേര് അംഗങ്ങളാണ്. നിങ്ങളുടെ ഗ്രൂപ്പിൽ, നിങ്ങൾ അംഗങ്ങളായിരിക്കുന്ന ഗ്രൂപ്പുകളിൽ എന്തൊക്കെയാണ് ചർച്ചകൾ നടക്കുന്നത്, എന്തൊക്കെയാണ് പറയുന്നത്, അതിനകത്തെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. ഇനി അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറയാം. ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങാൻ പോവുക. കോമൺ ആയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ തുടങ്ങാൻ പോവുക. എനിക്ക് വരുന്ന ഫോൺ കോളുകളും സംശയങ്ങളും ഒന്നും എന്നാ പറയുന്നത്, എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് കോമൺ ആയിട്ട് ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങാൻ പോവുകയാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അതിനകത്തേക്ക് കയറി വരാം. ഓക്കെ, ആഴ്ചയിൽ ഒരിക്കൽ ഞാനൊരു ഗൂഗിൾ മീറ്റ് ഇടും. അതിനകത്ത് മുഖം കാണിച്ച് വീഡിയോയിൽ വന്ന് സംസാരിക്കാൻ താല്പര്യമുള്ളവർക്ക് എന്നോട് സംശയങ്ങൾ ചോദിക്കാം. നിങ്ങളെ ഇവിടെ ഇറക്കിയ ഏജന്റിന്റെ പേര്, ഏജൻസിയുടെ പേര്, നിങ്ങൾ കൊടുത്ത എമൗണ്ട്, ഇതെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ പറയാൻ ധൈര്യമുള്ളവർക്ക് എന്നോട് സംസാരിക്കാം. അതല്ലാതെ ഇനി ആർക്കും ഒരു മറുപടിയും തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, ഒരു കോമൺ വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ ഓപ്പൺ ചെയ്യും. നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാം. ആഴ്ചയിൽ ഒരിക്കൽ ഞാനൊരു ഗൂഗിൾ മീറ്റ് ഇടും. അല്ലാതെ എനിക്ക് വാട്സപ്പ് കോളുകൾ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് എല്ലാവരുടെയും കോളുകൾ എടുക്കാൻ പറ്റുന്നില്ല. എല്ലാവരുടെയും മെസ്സേജുകൾക്ക് മറുപടി തരാൻ പറ്റുന്നില്ല. ഒരുപാട് പേരെന്നെ വിളിക്കുന്നുണ്ട്. എല്ലാവരിലേക്കും എനിക്ക് എത്താൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഡിസിഷനിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ എന്നോട് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞ പലരും ഇവിടെ ലൈവിലുണ്ട്. പക്ഷെ ആരും വരുന്നില്ല, ആരും വരില്ല. കാരണം ഇവിടെയുള്ള സീനിയേഴ്സ് ആയിട്ടുള്ള കുറെ കൊമ്പന്മാരും കൊമ്പത്തികളും ഉണ്ട്. എല്ലാവർക്കും പേടിയാണ്. പേടിയുള്ളവര് അവിടെ പേടിച്ചിരിക്കുക. എനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. പറഞ്ഞു മനസ്സിലായല്ലോ? ഷൈനി ബാബുവിനെതിരെ വരുമ്പോ അതിന് കൃത്യമായ തെളിവുകൾ ഉണ്ടായിരിക്കണം. ഞാൻ ആരെയെങ്കിലും പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ, അതല്ലെങ്കിൽ എന്റെ നമ്പറിലേക്ക് എന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വിളിക്കാം.
ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഇസ്രായേലിൽ തന്നെ ഉണ്ട് കേട്ടോ. 11 വർഷമായിട്ട് ഒരേ ഒരു എംപ്ലോയറിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആളാണ് ഞാൻ ഇവിടെ തന്നെയുണ്ട്. നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ് ആയിട്ട് വിളിക്കാം. ഒന്നുകൂടി പറയുന്നു, 054817642 എന്നെ നിങ്ങൾക്ക് വിളിക്കാം, നിങ്ങൾക്ക് എന്നെ വിളിക്കാം. ഓക്കെ, ശരി. അപ്പൊ ലൈലത്തോ ഷബാത് ഷലോം ലക്കുല്ല.